അങ്ങനെ ഹോട്ടലിൽ നിന്നിറങ്ങി ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആഫ്രിക്കയുടെ കെനിയയിലെ മൊംബാസ എന്ന സ്ഥലമാണിത്. अरे देखो जहाज कहाँ खड़ी हुई कोर्ट पे आगे है वो कोर्ट के सामने वैसी वजह खड़ा है 5 मिनट पाएगा कल रात को पहुंचूंगा, शाम को 7:30 11:30 बजे पहुंचेगा तो बस स्टॉप जाऊंगा. अगर तुरंत बस है तो यहाँ से 4 घंटा लगता है ना मेरे को. बैंगलोर है नहीं दिल्ली दिल्ली तक साथ में रहेगा. അപ്പൊ എപ്പോ കാണാൻ കളഞ്ഞു പോയാലേ വെള്ളത്തില്ലേ. അങ്ങനെ ആകെ ക്ഷീണിതനായി നമ്മുടെ സുഹൃത്ത് സെക്കൻഡ് ഓഫീസർ അനൂപ് കിടക്കുകയാണ്. ഞങ്ങൾ ഇന്ന് രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയതാണ്. കെനിയയിലെ മൊംബാസയിൽ നിന്ന്. അവിടെ നിന്ന് എത്യോപ്യയിൽ വന്നു, അഡിസ് അബാബയിൽ. അവിടെ നിന്നൊരു ഫ്ലൈറ്റിൽ കയറി ഇപ്പോൾ ഡൽഹിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളൊക്കെ ചാഞ്ഞും ചെരിഞ്ഞും കിടന്നുറങ്ങണു. ഇപ്പോൾ ഡൽഹിയിലിപ്പോൾ 11 മണി ആവാറായിട്ടുണ്ട്. ഞങ്ങൾ നിൽക്കുന്നിടത്ത് ഇപ്പോൾ ഏതാണ്ടൊരു 9:30 മറ്റായുള്ളൂ. ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇപ്പോൾ ഇത് ഇടാനുള്ള കാര്യം, നമ്മുടെ പാകിസ്ഥാനുമായിട്ടുള്ള ഇന്ത്യയുടെ കലുഷിതമായ അവസ്ഥയിൽ പാകിസ്ഥാൻ്റെ വ്യോമാതിർത്തിയെല്ലാം അടച്ചിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ പാകിസ്ഥാൻ്റെ ഒരു ബോർഡറിനോട് ചേർന്ന്, അതായത് ഗുജറാത്തിൻ്റെ ആ കച്ച് ഏരിയ, അവിടെ പാകിസ്ഥാനോട് ചേർന്നാണ് പോകേണ്ടിയിരുന്നത് ഡൽഹിക്ക് പോകുമ്പോൾ. പക്ഷേ ഇപ്പോൾ ഈ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് വിമാനം വഴിതിരിച്ച് വിടുകയാണ്. കണ്ടോ, ആ പച്ച ലൈനാണ് ഡൽഹിയിലേക്കുള്ള വഴി. പക്ഷെ നമ്മളിവിടെ ഈ യമൻ കഴിഞ്ഞപ്പോൾ ഒമാൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും നമ്മൾ അത് ഇങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് കുറച്ച് തിരിച്ചു വിട്ടു. ഇപ്പോൾ ബോംബെയിലേക്ക് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗുജറാത്തിൻ്റെ വടക്ക് വശത്തുകൂടി പോകുന്നതിന് പകരം ഗുജറാത്തിൻ്റെ തെക്ക് വശത്തുകൂടി ബോംബെയോട് കുറച്ചുകൂടി അടുത്തുകൊണ്ടുള്ള, അങ്ങനെ പാകിസ്ഥാനെ പൂർണ്ണമായി ഒഴിവാക്കി ഒരുപാട് ദൂരം മാറി ഇപ്പോൾ ബോംബെയിലേക്ക് ലക്ഷ്യമാക്കി പോകുന്നു. ബോംബെ എത്താറാകുമ്പോൾ വീണ്ടും അത് പെട്ടെന്ന് വടക്കോട്ട് തിരിച്ച് ഡൽഹിക്ക് പോകും. നമ്മൾ ഇപ്പോൾ നാൽപ്പത്തിയോരായിരം അടി 41,000 അടി മീൻസ് 41,000 ഫീറ്റ് എന്ന് പറഞ്ഞാൽ 10-15 കിലോമീറ്റർ മുകളിലൂടെയാണ് പോകുന്നത്. 555 മൈലാണ് ഒരു മണിക്കൂറിൽ സ്പീഡ്.
ആഫ്രിക്കയുടെ പകുതി ഭാഗത്തും ഇന്ത്യയിലും ചൈനയിലും എല്ലാം രാത്രിയാണ്. അമേരിക്കയിലും മറ്റുമൊക്കെ ഇപ്പോൾ പകൽ ആയിരിക്കുന്നു. നമ്മൾ 1800 മൈൽ ഇതിനോടകം താണ്ടിക്കഴിഞ്ഞു. ഇനിയും കുറച്ച് ഇനി 1800 മൈൽ ബാക്കിയുള്ളൂ. 3000 മൈലോളം നമ്മൾ താണ്ടി കഴിഞ്ഞു. കണ്ടോ, കറാച്ചി വഴിയാണ് നമുക്ക് ഡൽഹിക്ക് പോകേണ്ടിയിരുന്നത്. കറാച്ചിയൊക്കെ ഒഴിവാക്കി ഇപ്പോൾ ബോംബെയിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെന്നിട്ട് നേരെ പെട്ടെന്ന് വടക്കോട്ട് തിരിഞ്ഞ് ഡൽഹിയിലേക്ക് പോകണം. അപ്പോൾ ഈ ഫ്ലൈറ്റ് ഡൽഹി ചെന്നിട്ട് അവിടുന്ന് കൊച്ചിയിലേക്ക് വേറെ ഫ്ലൈറ്റ് അങ്ങനെയാണ് കിട്ടിയത്. ഒരുപാട് കറക്കം കുറച്ച് കൂടുതലാണ്. അല്ലെങ്കിൽ ബോംബെ ചെന്നിട്ട് അങ്ങനെ പോകായിരുന്നു. അപ്പോൾ ഈ ഫ്ലൈറ്റ് എന്നല്ല, എല്ലാ ഫ്ലൈറ്റും ഇപ്പോൾ ഇന്ത്യയിലേക്കുള്ള ഫ്ലൈറ്റ് എല്ലാം പാകിസ്ഥാൻ്റെ ഏരിയ ഒഴിവാക്കിയിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ഇത്രയും നേരം 080 കോഴ്സാണ് ചെയ്തിരുന്നത് ബോംബെയിലെത്താനായിട്ട്. ഇപ്പോൾ ബോംബെയിലെത്തി തുടങ്ങി. അപ്പോൾ കോഴ്സ് ആൾട്ടർ ചെയ്തു. അങ്ങനെ നേരെ പോകേണ്ടിയിരുന്ന നമ്മൾ കുറച്ച് വളഞ്ഞാണ് പോകുന്നത്. അങ്ങനെ പാകിസ്ഥാനെയും കറാച്ചിയും ഒക്കെ ഒഴിവാക്കി നമ്മൾ ഒരു വളഞ്ഞ റൂട്ടെടുത്ത് ബോംബെ വഴി ഡൽഹിക്ക് പോവുകയാണ്. എത്തിയോപ്യയിലെ അഡിസ് അബാബയിൽ നിന്ന് ഡൽഹിയിൽ ഇപ്പോൾ 11:20 രാത്രിയിൽ. ഇനിയും 1.5 മണിക്കൂർ കൂടി യാത്രയുണ്ട്. അഡിസ് അബാബയിൽ ഇപ്പോൾ 9 മണിയാകുന്നേ ഉള്ളൂ. ഇപ്പോൾ ആഫ്രിക്കയുടെ മുക്കാൽ ഭാഗം, ഏഷ്യ ഇവിടങ്ങളിലൊക്കെ രാത്രിയാണ്. അമേരിക്കയിലും സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക, ഉത്തര ധ്രുവം ഇവിടെയെല്ലാം ഇപ്പോൾ പകലാണ്. ഭൂമി 23 ഡിഗ്രിയിൽ ചെരിഞ്ഞ് കറങ്ങുന്നതുകൊണ്ടാണ് ചൈനയുടെ, സെൻട്രൽ ചൈന, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, പാകിസ്ഥാൻ, UAE, സൗദി അറേബ്യ, യമൻ, സൊമാലിയ, ആഫ്രിക്കയുടെ മറ്റ് വടക്കൻ രാജ്യങ്ങളായ ലിബിയ, ഈജിപ്റ്റ്, മൊറോക്കോ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ എല്ലാം ഈ മരുഭൂമി പോലെ കിടക്കുന്നത്. സൂര്യൻ അവിടെ കൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത്. ബാക്കി ഇന്ത്യയുടെ ഒരു മുക്കാൽ ഭാഗവും ആഫ്രിക്കയുടെ മുക്കാൽ ഭാഗവും എല്ലാം നിറയെ പച്ചപ്പ് നിറഞ്ഞ കാടുകളും മറ്റുമാണ്. ചൈനയുടെ കടൽ തീരങ്ങളായ കിഴക്ക് ഭാഗങ്ങളും തെക്ക് ഭാഗങ്ങളും എല്ലാം നല്ല പച്ച നിറഞ്ഞ ഫലഭൂയിഷ്ടമായ സ്ഥലമാണ്. അങ്ങനെ ഗുജറാത്തിൻ്റെ തെക്ക് വശത്ത് കൂടി മുംബൈ എത്താറായപ്പോൾ നമ്മൾ കോഴ്സ് ആൾട്ടർ ചെയ്തിട്ട് ഇപ്പോൾ വടക്ക് കിഴക്ക് ദിക്കിലേക്ക് പോവുകയാണ് ഡൽഹിയിലെത്താനായിട്ട്. വളരെ വലിയൊരു സിറ്റിയുടെ മുകളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൂററ്റാണെന്നാണ് തോന്നുന്നത്. സൂറത്ത്. ഇതിൽ അത്ര
കാര്യമായിട്ട് നമുക്ക് ഈ ക്യാമറയിൽ കാണാൻ പറ്റുന്നില്ല. നേരിട്ട് കാണുമ്പോൾ നല്ല മനോഹരമായ കാഴ്ചയാണ്. നമ്മൾ ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങളെ കാണുന്നതിനേക്കാളൊക്കെ ഒരുപാട് മനോഹരമാണ് ആകാശത്ത് നിന്ന് നോക്കി ഇങ്ങനെ വിമാനത്തിലിരുന്നു കൊണ്ട് ഭൂമിയിലേക്ക് നോക്കാൻ രാത്രി സമയത്ത്. നക്ഷത്രങ്ങൾ കണ്ണ് ചിമ്മുന്നുണ്ട്, ഭൂമിയിലെ നക്ഷത്രങ്ങൾ കണ്ണ് ചിമ്മുന്നില്ല എന്ന് മാത്രം. താഴെ ഭൂമിയാണ് നമ്മൾ കാണുന്നത്, ഗുജറാത്തിൻ്റെ തെക്ക് ഭാഗം. കണ്ണുകൾ കൊണ്ട് ധാരാളം ലൈറ്റൊക്കെ ദൂരേക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് വളരെ കുറച്ചേ കിട്ടുന്നുള്ളൂ. രാത്രി 11:30 ഇപ്പോൾ. അങ്ങനെ നമ്മൾ ഇന്ത്യയിലേക്ക് കടന്നിരിക്കുകയാണ്. ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങൾ കാണുന്ന പോലെ നമ്മളിപ്പോൾ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കി നക്ഷത്രങ്ങൾ പോലെയുള്ള ദീപക്കാഴ്ച കാണുകയാണ്. ഡൽഹിയിലേക്ക് ഇനി 933 കിലോമീറ്ററാണ് ബാക്കിയുള്ളത്. ഇവിടെ ഇപ്പോൾ രാത്രി 11:52 എക്സാക്ട്ലി. വിമാനം വീണ്ടും കോഴ്സ് ആൾട്ടർ ചെയ്ത് ഇടതുവശത്തേക്ക്, അതായത് നോർത്ത് വടക്കോട്ട് ഒന്നുകൂടി കോഴ്സ് ആൾട്ടർ ചെയ്തു. അങ്ങനെ ഡൽഹിയിൽ വിമാനമിറങ്ങി അവിടുന്ന് കൊച്ചിയിലേക്കുള്ള വിമാനത്തിൽ കയറിയിരുന്നു. പക്ഷേ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നില്ല, വല്ലാതെ കിടന്ന് ആടുന്നു. വെറുതെ കിടക്കുന്ന വിമാനം ആടുന്നത് എന്താണ് എന്നറിയാൻ പുറത്തേക്ക് നോക്കിയപ്പോഴാണ് കാണുന്നത് കോരിച്ചൊരിയുന്ന മഴ, വല്ലാത്ത കാറ്റ്, അതിഭയങ്കരമായ കാറ്റത്ത് ഇവിടെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന, ഞങ്ങൾ ഓൾറെഡി ബോർഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ഈ വിമാനം ഇരുന്ന് ആടുകയാണ്. ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനത്തെ കാലാവസ്ഥയിൽ. അപ്പോൾ മഴ മാറാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല കാറ്റുണ്ട്. AC ഓൺ ചെയ്തിട്ടില്ല. ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇപ്പം മിക്ക ഫ്ലൈറ്റും AC ഓൺ ചെയ്യുന്നത്. നല്ല ചൂടുണ്ട് ഇതിനകത്ത്. ഏതായാലും കുറച്ചു നേരം കഴിഞ്ഞ് ശരിയാകുമെന്ന് പ്രതീക്ഷിക്കണം.